കിടുക്കം പടം, അടിപൊളി പടം, നല്ല അഭിനയമായിരുന്നു, കലകം, സൂപ്പർ പടമായിരുന്നു, ഇഷ്ടപ്പെട്ട്, പുള്ളി മൂടായിരുന്നു പടം. തമാശ എല്ലാവർക്കും വർക്കായി എന്ന് പറഞ്ഞതിൽ തന്നെ ഒരു ഭയങ്കര സന്തോഷം. ഏറ്റവും കൂടുതൽ കോമഡി പടങ്ങൾ ചെയ്യുമ്പോൾ നമുക്കുള്ളൊരു സ്ട്രെസ് അതാണ്, നമ്മുടെ ഹ്യൂമർ വർക്കൗട്ട് ആവുന്നുള്ളൂ, അതാണ് ഒരു സ്ട്രെസ്. പക്ഷെ എല്ലാവരും എല്ലാ തമാശയ്ക്കും ചിരിച്ചു എന്ന് കാണുമ്പോൾ ഒരു സന്തോഷം. ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്തതിൽ റെസ്പോൺസ് നല്ലതായിരുന്നു, എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിട്ടാണ് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതെ അതെ, ബേസിലും ഉണ്ടായിരുന്നു കാണാനായിട്ട്, എല്ലാവരും ഒരുമിച്ചിരുന്ന കണ്ടത്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം കുറച്ചുകൂടെ കൂടുതലാണ്. യെസ്, നിങ്ങൾ കണ്ടോ? കണ്ടു, ഇഷ്ടപ്പെട്ടോ? താങ്ക് യു വെരി മച്ച്. അതെ അതെ, നുണക്കുഴി പടം ഒരു കിടിലൻ കോമഡി ആയിട്ടാണ്, അങ്ങനെ വേണം പറയാം. അതായത് ജിത്തു ജോസഫിന്റെ ഇതുവരെയുള്ള നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്രൈം ത്രില്ലർ, ഇപ്പോൾ ദൃശ്യമുള്ള ആ ഒരു പടമാണ് നമ്മൾ വിചാരിച്ച് കയറി കണ്ടത്. പക്ഷെ ആ ഒരു പടമേ അല്ല അത്. തുടക്കമല്ല, കുറച്ച് ഭാഗം പോയപ്പോൾ ഒരു ക്രൈമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കണ്ടപ്പോൾ സെയിം പാറ്റേൺ ആയിരിക്കും വിചാരിച്ചത്. പക്ഷെ ഇത് ആ അങ്ങനത്തെ ഒരു രീതിയിലേ അല്ല, ഫുൾ കോമഡിയിലെ പിടിച്ചാണ് അഭിനയിച്ചങ്ങൾ എല്ലാവരും. അതായത് മനോജ് കെ ജയൻ, മറ്റേ ബിനു പപ്പു, അതുപോലെ തന്നെ ബേസിൽ, സിദ്ദിഖ്, എല്ലാവരും നല്ല രസമായിട്ട് കോമഡി ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് തിയേറ്ററിൽ നമുക്ക് ചിരിച്ച് രസിച്ചും അറിയാവുന്ന ഒരു പടം, അങ്ങനെ വേണം ഇങ്ങനെ പറയും. എന്തായാലും ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും പടം. പടം നല്ല അഭിപ്രായമുണ്ട്, നല്ല റെസ്പോൺസ് ഉണ്ട് തിയേറ്ററിൽ. നല്ല കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ കൂടെ ഇരുന്ന് കാണുമ്പോഴാണല്ലോ, ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണുമ്പോഴാണല്ലോ നമുക്ക് അതിന്റെ അടിപൊളിയാണ്. ബേസിൽ വളരെ നന്നായിരുന്നു, ഫുള്ള് കോമഡിയാണ്, ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അടിപൊളി പടം അഭിനയിച്ചിട്ടുണ്ട്. അതിനേക്കാളും ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ആണ്. ഇത്രയും നല്ലൊരു സ്ക്രിപ്റ്റിംഗ്, എല്ലാ ചെറിയ ചെറിയ കഥകളും കൂടി ഒരുമിച്ച് കൊണ്ടുവന്ന് അത് ഭയങ്കര അടിപൊളി. നമ്മളിങ്ങനെ പ്രിയൻ സാറിൻ്റെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ചിട്ടുള്ള ഒരു കാലമുണ്ട്. ആ ഒരു എന്താ പറയണ്ട, ഒരു കോമഡി ഫിലിംസിൻ്റെ ഒരു കാലം തിരിച്ചു വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് അടിപൊളി പടമാണ്, എല്ലാവരും കാണും. നല്ലായിരുന്നു. കോമഡിയും ഇതിൽ ജിത്തു സാറിൻ്റെ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. കോമഡിയാണ്, ചിരിക്കാനുണ്ട്. ലാസ്റ്റിലാണ്, സെക്കൻഡ് പാർട്ട് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ നല്ല പടം. നല്ല അഭിനയം, ചിരിക്കാനുണ്ട്, കുറെ നല്ല സിനിമ. ഒരു മിനിറ്റ് അടിപൊളിയുണ്ട്. നല്ല സിനിമ കോമഡി സിനിമ. ഇപ്പം അടുത്ത് കുറേ പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൽ തമാശയുള്ളൊരു പടമാണ്. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല ഹ്യൂമർ എലമെന്റ്സ് ഉണ്ട്, ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. എസ്പെഷ്യലി ഒരു ജിത്തു ജോസഫ് മൂവിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെക്ടേഷനിൽ വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. അതെ. ഇപ്പോൾ എൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പൊതുവെ അവർക്ക് ഈ പറഞ്ഞ പോലെ നോർമൽ കോമഡീസ് ഒന്നും അങ്ങനെ അധികം വർക്കാവുന്നതല്ല. പക്ഷെ എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിച്ചു, ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞാൽ സന്തോഷം. എങ്ങനെ കാണുന്നതല്ലേ, നല്ല കോമഡി പടങ്ങൾ വരുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഹ്യൂമർ ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, കുറച്ചുകൂടെ എഫേർട്ട് കൂടുതലിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ലൈൻ ഭയങ്കര ഈസി ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം കൃഷ്ണകുമാരേട്ടനാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ കുറച്ച് ഇൻപുട്സ് മാത്രം കൊടുത്താൽ മതി. ബാക്കി അത്രയും എന്താ പറയുക, ക്രാഫ്റ്റഡ് ആയിട്ട് നല്ല സൂപ്പറായിട്ടാണ് സ്ക്രിപ്റ്റ് എല്ലാം എഴുതിയിട്ടുള്ളത്.